വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ. വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വണ്ടൂർ പഞ്ചായത്ത് ഓഡിറ്റ് റിപ്പോർട്ടിൽ പുറത്തായ ക്രമക്കേടുകൾക്കെതിരെ പ്രത്യക്ഷ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബിജെപി ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് വ്യാപക ക്രമക്കേടുകളുള്ളത്. പഞ്ചായത്ത് രാജ് നിയമങ്ങൾ ലംഘിച്ച ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടുകൾ ക്രമക്കേടുകൾ നടത്തിയതായി പാർട്ടി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. പ്രവൃത്തി നടത്താത്തതിന് ഫണ്ട് അനുവദിച്ചതും ആസ്തി രജിസ്റ്റർ തിരിമറി നടത്തിയതും വരവ് ചെലവുകളുടെ അന്തരവും റിപ്പോർട്ടിൽ കാണാം. ഇതിനെതിരെ സമരരംഗത്തിറങ്ങുമെന്നും പ്രതിപക്ഷത്തിന്റെ ഒത്താശയോടെയാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. 1.1 അക്കൗണ്ടിംഗ് ചട്ടങ്ങൾ പ്രകാരമുള്ള എല്ലാ പത്രികകളും വാർഷിക കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല. ഒരു ഓഡിറ്റർക്ക് പറയേണ്ടി വരുന്നൊരു കാര്യമാണ്. മറ്റൊന്ന്, ആസ്തി രജിസ്റ്റർ കാലികമായി സൂക്ഷിച്ചിട്ടില്ല. നിയമപരമായിട്ട് ആസ്തി രജിസ്റ്റർ വേണം. അത് അതാത് കാലങ്ങളിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയതാണോ പഴയതാണോ എന്ന് കൃത്യമായി മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ആസ്തി രജിസ്റ്റർ അവിടെ സൂക്ഷിക്കേണ്ടതാണ്. അത് സൂക്ഷിച്ചിട്ടില്ല. തേയ്മാനം നിശ്ചിത നിരക്കിൽ കണക്കാക്കി ജേണൽ മുഖേന രേഖപ്പെടുത്തിയിട്ടില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുകളിലെ തുക വ്യത്യാസം കാണുന്നു. തൊഴിലുറപ്പ് പദ്ധതി തുക വ്യത്യാസം. ഏറ്റവും ചുരുങ്ങിയ ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് തുടക്കത്തിൽ തന്നെ കാണുമ്പോൾ അങ്ങേയറ്റം അഴിമതി നിറഞ്ഞിട്ടുള്ള ഒരു ഭരണസമിതിയായിരുന്നു 2022-2023 കാലഘട്ടത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ നമുക്ക് പുറത്തു വരുന്നത്. വളരെ രസകരമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കരിമ്പൻതൊടി SC കോളനി കുടിവെള്ള പദ്ധതിയിലെ അപാകതകൾ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഓഡിറ്റർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ രസകരമാണ്. കിണർ കുഴിക്കുന്നതിന് മുമ്പ് തന്നെ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് മാറ്റി. ഓഡിറ്റർക്ക് എഴുതേണ്ടി വന്നൊരു കാര്യമാണ്. കിണർ കുഴിച്ച് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള മേൽപ്രവൃത്തിയുടെ സ്ഥലം കരാറുകാരന് കൈമാറുന്നത് 21/4/2022 എന്നാൽ പ്രവൃത്തി സ്ഥലം ഏറ്റെടുത്ത് കിണർ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കിണറ്റിൽ നിന്ന് 5 HP മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയതിന് താഴെ പറയും പ്രകാരം 18,892 രൂപ നൽകിയതായി കാണുന്നുണ്ട്. വിശദാംശങ്ങൾ താഴെ കൊടുക്കുന്നു പറഞ്ഞത്. 18/4/2022 4 മണിക്കൂർ മോട്ടോർ പ്രവർത്തിപ്പിച്ചു. 19/4/22 3 മണിക്കൂർ മോട്ടോർ പ്രവർത്തിപ്പിച്ചു. 20/4/22 3 മണിക്കൂർ മോട്ടോർ പ്രവർത്തിപ്പിച്ചു. അതിന്റെ തുക ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 21/4/2022 കരാർ കൊടുക്കുന്നത്. അതിനു മുമ്പാണ് 18/4-നും 19/4-നും 20/4-നും കിണർ കുഴിക്കുന്നതിന് മുമ്പ് മോട്ടോർ അടിച്ചു എന്നുള്ള കണക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ തോതിലുള്ള അഴിമതി നടപ്പിലാക്കിക്കൊണ്ടാണ് ആ ഭരണസമിതി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണം നടത്തിയതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇക്കാര്യങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ജനാധിപത്യപരമായിട്ടൊരു ദൗത്യമാണ് ഭാരതീയ ജനതാ പാർട്ടി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഈ വണ്ടൂരിൽ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു MLA കൂടി ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു. കാരണം അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകളാണ് ഇപ്പോഴും ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണരംഗത്തുള്ളത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ഇടതുപക്ഷം എന്തുകൊണ്ടാണ് കണ്ണടച്ചിരിക്കുന്നത് എന്നൊരു കാര്യം കൂടി ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് വായിക്കുമ്പോൾ പല മേഖലകളിലും ഇടതുപക്ഷം UDF-മായി സന്ധി ചെയ്തുകൊണ്ട് അഴിമതിയുടെ കാര്യത്തിൽ സന്ധി ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് വരെ ഒരു സമരപരിപാടി പോലും ഈ ഒരു ക്രമക്കേടിനെതിരെ ആ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക്, ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ പ്രതിപക്ഷമായിട്ടുള്ള ഇടതുപക്ഷവും അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ സാധാരണ പറയുന്നത് പോലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു പരസ്പര സഹായ സഹകരണ സംഘം എന്ന രീതിയിലാണ് ഈ വണ്ടൂർ പഞ്ചായത്തിലും അഴിമതിയുടെ കാര്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇവിടുത്തെ പൊതുസമൂഹം ഇതിനെതിരെ ശക്തമായി ഉണർന്നെഴുന്നേൽക്കണം. ശക്തമായ സമരപരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി ഇതിനെതിരെ രംഗത്ത് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇവിടുത്തെ പൊതുസമൂഹവും ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
വാർത്താ സമ്മേളനത്തിൽ ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിനാഥ്, PK ഷിനോജ് പണിക്കർ, PK ദേവദാസ്, EM ബാലകൃഷ്ണൻ, P അരുൺ എന്നിവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. Stitch your style. Lenora. Linen, cotton cloth and stitching. Pandikad Road, Vandoor.